آله وأصحابه الفائزين برضا الله. സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ക്ലാസ് കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പരിചയം നാം നേടിയെടുത്തു. 5-ാം ദിവസമായ ഇന്ന് കഴിഞ്ഞ ക്ലാസുകളെക്കുറിച്ചുള്ള ഒരവലോകനം, ഒരു അസസ്മെന്റ്, അതിന്റെ മൂല്യനിർണ്ണയം നടത്തുകയാണ് ഇന്ന്. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ച കാര്യങ്ങളെക്കുറിച്ച്, നാം മനസ്സിലാക്കിയതിനെക്കുറിച്ച് ഒരു പരിശോധനയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാവരും സജ്ജരാവണമെന്ന് അറിയിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായി എനിക്കറിയേണ്ടത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ എത്ര പേരുണ്ട് ഈ ക്ലാസ്സിലെന്നാണ്. അതിന് മാന്യ സുഹൃത്തുക്കൾ, കേൾക്കുന്നവർ റൈസ് ഹാൻഡ് ചെയ്യുക. അൽഹംദുലില്ലാ, നമ്മുടെ ക്ലാസ് സജീവമാണ്. റൈസ് ഹാൻഡ് ആയിരുന്നു നിന്നോട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം എന്തു പഠിച്ചു എന്നതിനെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാര്യമായും ലക്ഷ്യം വെച്ചത് ലിസണിംഗ് കപ്പാസിറ്റി, ഇംഗ്ലീഷ് ശ്രദ്ധിക്കാനുള്ള, കേൾക്കാനുള്ള, കേട്ട് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. സ്പോക്കൺ ഇംഗ്ലീഷിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലിസണിംഗ് കപ്പാസിറ്റിയാണ്. അത് വളരാതെ സ്പോക്കൺ എബിലിറ്റിയോ അല്ലെങ്കിൽ സ്പീക്കിംഗ് എബിലിറ്റിയോ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ലിസണിംഗ് കപ്പാസിറ്റി, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷ് ലിസണിംഗ് കപ്പാസിറ്റി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചില വിഷയങ്ങൾ ചർച്ചയ്ക്കിട്ടു. ഗ്രാമറിന്റെ പ്രാധാന്യം, അതുപോലെ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രോവർബുകൾ നാം ചർച്ച ചെയ്തു. അത് വിശദീകരിച്ചു, വ്യാഖ്യാനിച്ചു. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ ദിവസങ്ങളിൽ നാം ഉപയോഗിച്ച വാക്കുകൾ, അതിന്റെ അർത്ഥങ്ങൾ, അതിന്റെ ഉച്ചാരണം, ഇതും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് പരിശോധനയിലേക്ക് കടക്കാം. പരിശോധനക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഇവാല്യുവേഷൻ. ഇവാല്യുവേഷൻ, അസസ്മെന്റ് എന്നും പറയും. അസസ്മെന്റ് Okay.
ഇനി ഞാൻ മൈക്ക് കൈമാറുകയാണ്. പരിശോധനക്ക് ആദ്യമായി ഇൻഡിവിജ്വൽ എക്സാമിനേഷനാണ്, വ്യക്തിഗത പരിശോധന. റൈസ് ഹാൻഡ് ചെയ്തവർ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനിയും എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്യാൻ അറിയിക്കുകയാണ്. അസസ്മെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇഡിയം, ഒരു ശൈലി, ഭാഷാ ശൈലി നമുക്ക് പഠിക്കാം. Keep something in mind. Keep something in mind. നാം ഒരുപാട് കേട്ടിട്ടുണ്ടാവും. Keep something in mind. Keep എന്ന വാക്കിന്റെ അർത്ഥം സൂക്ഷിക്കുക, കരുതി വെക്കുക. സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന്. ഇൻ മൈൻഡ്, ഇൻ മൈൻഡ്, മനസ്സിൽ, എന്തെങ്കിലും മനസ്സിൽ കരുതി വെക്കുക, നാളത്തെ ഉപയോഗത്തിന് വേണ്ടി. കീപ് സംതിങ് ഇൻ മൈൻഡ്. യു റിമെമ്പർ സം ഇൻഫർമേഷൻ or advice and consider it at some time in future. എന്തെങ്കിലും ഒരു വിവരമോ അല്ലെങ്കിൽ ഉപദേശമോ അല്ലെങ്കിൽ അറിവോ നാളത്തെ ഉപയോഗത്തിന് വേണ്ടി മനസ്സിൽ ഓർത്തു വെക്കുന്നതിനാണ് കീപ് സംതിങ് ഇൻ മൈൻഡ്, കീപ് ഇൻ മൈൻഡ് എന്നും പറയും. ഈ ഒരു വാക്ക് keep in mind for your future. Can you understand? Well done. നാം പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും keep in our mind or keep in our memory. Okay, let us start the assessment. ആദ്യമായി നിങ്ങളുടെ റീഡിംഗ് സ്കിൽ ആണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. റീഡിംഗ് സ്കിൽ, വായനാശീലം, വായനാ കഴിവ്, വായിക്കാനുള്ള കഴിവ്. ഒരാൾ 5 വേർഡ് വായിക്കണം. ഞാനിവിടെ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ 5 വേർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 1 by 1 ആയിട്ട് മൈക്ക് എടുത്ത് വായിക്കുക. 5 എണ്ണം കഴിയുമ്പോൾ മൈക്ക് റിലീസ് ചെയ്യുക. പിന്നെ അവിടെ കൂടുതൽ ഡയലോഗോ കമന്റോ അടിച്ചുകൊണ്ട് ടൈം വേസ്റ്റ് ആക്കണ്ട. അതിനുവേണ്ടി ആദ്യം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് മൈക്ക് ഞാൻ ഒന്നാമത്തെ പരീക്ഷാർത്ഥി നമ്മുടെ പ്രിയപ്പെട്ട അബൂസിന് വേണ്ടി കൈമാറുകയാണ്. അബൂസിന് മൈക്ക് എടുക്കുക. തൊട്ട് താഴെ രണ്ടാമത്തെ ചാൻസ് അൻസാർ സീദുനാണ്. മൂന്നാമത്തെ ചാൻസ് ഹാഷിം ഹുസൈനാണ്. നാലാമത്തെ ചാൻസ് അസ്ലം ഖാനാണ്. ഞാനിവിടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ വേർഡ് നിങ്ങൾ വായിക്കുക. 1 by 1 ആയിട്ട്. അതെ, ഞാൻ ടെക്സ്റ്റ് അടിക്കും. അപ്പോൾ അത് മൈക്കിലൂടെ ഉറക്കെ വായിക്കണം. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റിയാണ് ഞാനിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അബൂസിന് മൈക്കിലേക്ക് വരുന്നു.
Assalamu alaikum wa rahmatullahi wa barakatuh. Orator. Orator. Born. Born. Made. Made. Speaker. Speaker. Develop. Develop. Is it over? Okay, releasing mic. Hello. ഹലോ, ആരുടെ സൗണ്ട് കേൾക്കുന്നില്ല? ഓക്കെ, നെക്സ്റ്റ് ചാൻസ് ഹാഷിം ഹുസൈന് കൊടുക്കാം. ഹാഷിം ഹുസൈൻ പ്രസന്റ് ചെയ്യൂ. ഹാഷിം ഹുസൈൻ റെഡിയല്ലേ? ഓക്കെ, ഹാഷിം ഹുസൈൻ മൈക്ക് എടുക്കൂ. ഞാൻ റിലീസ് ചെയ്യുകയാണ് മൈക്ക്. Hello. Yes, sir. Effect. Non. Hello. Skill. 3. By. Pick. Okay. ഓക്കെ, ഹാഷിം ഹുസൈനും നന്നായി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് കുറവായിരുന്നു. ഹാഷിം ഹുസൈൻ സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ചാൻസിൽ മൈക്കിൽ നല്ല പെർഫോമൻസ് ഉണ്ടാവണം. ഇനി അടുത്ത ആൾ അസ്ലം ഖാനാണ്. അസ്ലം ഖാന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്ലം ഖാൻ കേൾക്കുന്നുണ്ടോ ശബ്ദം? അസ്ലം ഖാൻ, നിങ്ങൾ ഡെസ്കിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു എസ് അടിക്കൂ. റൈസ് ഹാൻഡ് ചെയ്ത് വെച്ച എവിടേക്കെങ്കിലും പോകും. ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകളാണിത്. പലരും റൈസ് ഹാൻഡ് ചെയ്യാൻ പറയുമ്പോൾ റൈസ് ഹാൻഡ് ചെയ്യും, എന്നിട്ട് പിന്നെ അവരുടെ ജോലിയും നോക്കി പോകും. അസ്ലം ഖാൻ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു എസ് അടിക്കൂ. അതുപോലെ മൈക്ക് എടുക്കുന്നവരൊക്കെ മൈക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ശബ്ദം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് മൈക്ക് എടുക്കണേ ദയവ് ചെയ്ത്. KPS സലാം ഡെസ്കിലുണ്ടോ? KPS സലാം, KPS സലാം, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ റെസ്റ്റ് അടിക്കൂ. ഓക്കെ, മൈക്ക് എടുത്തിട്ട് വായിച്ചോളൂ. ഇവിടെ സാർ ഷാജാൻ മുഹമ്മദ് സാർ പബ്ലിക്കിൽ അടിക്കുന്ന ടെക്സ്റ്റ് നിങ്ങൾ ഉറക്കെ വായിക്കുക. അത് വായിച്ചു കഴിഞ്ഞാൽ മൈക്ക് റിലീസ് ചെയ്യുക. മൈക്ക് ഫ്രീ. Assalamu alaikum warahmatullah. Invitation. 7th, 19th, 61,
share. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഗീവ് എലൈക് everyone equal portion finish കഴിഞ്ഞോ? ഓക്കെ. ദുആസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാ, വളരെ നല്ല നിലയിൽ എല്ലാവരും ടെക്സ്റ്റിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി വായിച്ചിട്ടുണ്ട്. 100% സക്സസ്ഫുൾ ആണ് നമ്മുടെ അറ്റംപ്റ്റ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വായിക്കാൻ അറിയാം. അല്ലാഹു തആല റീഡിംഗ് സ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്തി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അസസ്മെന്റിൽ നമുക്ക് സെന്റൻസ് റീഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാം. ഇനി അടുത്തത് റൈറ്റിംഗ് സ്കിൽ ടെക്സ്റ്റ് ആണ്. റൈറ്റിംഗ് സ്കിൽ ടെസ്റ്റ് ഞാനിവിടെ വേർഡ്സ് പറയുമ്പോൾ അത് നിങ്ങൾ കേൾക്കുന്നവർ അത് ടൈപ്പ് ചെയ്യുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത് മാർക്ക് കുറയും. ഓക്കെ. ദി ഫസ്റ്റ് വൺ, verb. ഓക്കെ, എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആണ്. അതിൽ ബൈത്തു CM 313 അത് സ്പെല്ലിംഗ് തെറ്റാണ്. വെബ് എന്നാണ്. പക്ഷെ ഞാൻ വെർബ് എന്ന് പറയുമ്പോഴത്തേക്ക് വെർബാണ് അതിന്റെ പ്രൊണൗൺസിയേഷൻ. വെബ് എന്നാണ് വെബിന്റെ ഉച്ചാരണം. വെബ് എന്ന് പറഞ്ഞാൽ ലേശം നീട്ടു വന്നാൽ അത് വെർബാണ്. വെബ് എന്ന് പറഞ്ഞാൽ അത് വെബാണ്. തമ്മിലുള്ള അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക. സ്പെല്ലിംഗ് വ്യത്യാസം മനസ്സിലാക്കുക. നെക്സ്റ്റ്, പാർട്ട്. ഓക്കെ, ഇതില് കറക്റ്റ് ആൻസർ PART, പാർട്ടാണ്. പാർട്ട് എന്ന R സൈലന്റ് ആണ്. ഉച്ചാരണത്തിൽ പ്രൊണൗൺസിയേഷൻ R സൈലന്റ് ആണ്. പാർട്ട്. നെക്സ്റ്റ് വൺ, സംതിങ്. ഇതിൽ ഞാൻ അടിച്ച സംതിങ് എന്നതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. സംതിങ്, അവിടെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യുക. മിസ്റ്റേക്ക് തിരുത്തുക. തെറ്റിയവരൊക്കെ തിരുത്തുക. സംതിങ്. നെക്സ്റ്റ്, another.
another, ഇവിടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. അനദർ, അതാണ് കറക്റ്റ് സ്പെല്ലിംഗ്. അപ്പോൾ അതിനോട് മാച്ച് ചെയ്യാത്തവരൊക്കെ തിരുത്തുക, മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, പേഴ്സൺ. പേഴ്സൺ, പേഴ്സൺ, പേഴ്സൺ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. പേഴ്സൺ, അതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയവർ കണ്ട് മനസ്സിലാക്കി തിരുത്തുക. ഹാഷിം ഹുസൈൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, പീപ്പിൾ. പീപ്പിൾ, പീപ്പിൾ, പീപ്പിൾ. ഓക്കെ, സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. പീപ്പിളിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. പീപ്പിൾ, PEOPLE, കറക്റ്റ്. അപ്പോ തെറ്റിയവര് തിരുത്തുക. പീപ്പിൾ. നെക്സ്റ്റ്, adverb. adverb, adverb, adverb. അഡ്വർബ് ആണ്, അതിന്റെ ഉച്ചാരണം അഡ്വർബ് എന്നാണ്. അതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്തുക. നെക്സ്റ്റ്, സെയിം. സെയിം, സെയിം, സെയിം. സെയിം. സെയിം ആണ്, അതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടറിയാം. SAME, സെയിം. നെക്സ്റ്റ്, വേ. വേ, വേ, വേ. വേ ആണ്, WAY, വേ. ഗ്രാമ. ഗ്രാമ, ഗ്രാമ. ഗ്രാമ. ഓക്കെ, സോറി, എന്റെ തെറ്റാണ്. സോറി, ക്ഷമിക്കണം. റിയെ ഇടക്ക് വന്നുണ്ട്. ഗ്രാമർ. ഓക്കെ, ഗ്രാമറിൽ 6 സൈലന്റ് ആണ്. ഗ്രാമ, ഗ്രാമ. അതിൽ ഒരുപാട് പേരുടെ തെറ്റുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. ഗ്രാമർ എന്നതിന്റെ ഉച്ചാരണം 6 സൈലന്റ് ആണ്. ഗ്രാമ. ഓക്കെ, നെക്സ്റ്റ്, സ്ട്രക്ചർ. സ്ട്രക്ചർ, സ്ട്രക്ചർ. സ്ട്രക്ചർ, അതാണ് സ്പെല്ലിംഗ്. STRUCTURE, സ്ട്രക്ചർ. ഉച്ചാരണത്തിൽ 6 സൈലന്റ് ആണ്. സ്ട്രക്ചർ.
Next, system. 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 സിസ്റ്റം സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, കറക്റ്റ് ചെയ്യുക, തെറ്റിയവര് സിസ്റ്റം. നെക്സ്റ്റ്, ലാംഗ്വേജ്. 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 LANGUAGE. ലാംഗ്വേജ്. ഓക്കെ, ഒരുപാട് പേര് കറക്റ്റാണ്. നെക്സ്റ്റ്, റോൾ. 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 RULE. റൂൾ. റോൾ. റൂൾ. റോൾ ആണ് ROLE. അതുപോലെ ROLL, അത് റോൾ ആണ്. റൂൾ. ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ക്രിയേറ്റ്. 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 Create. Create spelling ശ്രദ്ധിക്കുക. Create. Next, learn. 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 Okay, spelling ശ്രദ്ധിക്കുക. LEARN. Learn. Next, quickly. 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 Spelling ശ്രദ്ധിക്കുക. Next, effectively. 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 Okay. Next, front. 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 സുഹൃത്ത് നിർത്തും വരുന്ന ഫ്രണ്ട്. Next, signpost. 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 Signpost.
Sign post. Sign post. SIGNPOST. Sign post. ചൂണ്ടുപലക. അൽഹംദുലില്ലാ നമ്മുടെ ഈ റൈറ്റിംഗ് സ്കിൽ ടെസ്റ്റ് അതിൽ ഒരു 50% എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. ഇനി നാം ലിസണിംഗ് ടെസ്റ്റാണ്. ലിസണിംഗ് ടെസ്റ്റ്. ലിസണിംഗ് ടെസ്റ്റ് കട്ട് വരുന്നുണ്ടോ? ഓക്കെ. ലിസണിംഗ് ടെസ്റ്റ് അതും ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആണ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ്. അതിന് റൈസ് ഹാൻഡ് ചെയ്യുക. ഞാനൊരു ആശയം പറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് വളരെ സംക്ഷിപ്തമായി നിങ്ങൾ മൈക്കെടുത്തുകൊണ്ട് പറയണം. ഞാനൊരു ആശയം പറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഇല്ല. അബൂസിന് DC അല്ല. വളരെ സംക്ഷിപ്തമായ രീതിയിൽ മൈക്കിൽ പറയണം. ഒരാൾ മാത്രമേ റൈസ് ഹാൻഡ് ചെയ്തിട്ടുള്ളൂ. റൈസ് ഹാൻഡ് ഇനിയും ഉയരണം. ഒരു 4 പേരെങ്കിലും റൈസ് ഹാൻഡ് ചെയ്ത് നിൽക്കണം. 4 പേർക്കാണ് ഈ ചാൻസ്. എല്ലാവരും ഓഫ്ലൈനാ? അല്ലല്ലോ. ഓക്കെ, പറയുകയാണ്. 2 പേർക്ക് കൂടി ചാൻസ് ഉണ്ട്. റൈസ് ഹാൻഡ് ചെയ്യുക. If we start a project well, we need no more effort to finish it. If we start a project well, we need no more effort to finish it. ഇത് നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഫസ്റ്റുള്ള അബൂസിനോ മൈക്ക് എടുത്തുകൊണ്ട് അതിന്റെ ആശയം പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സാറ് കട്ടായിരുന്നു. ബൈലക്സിന് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. ഞാൻ ഫുള്ളായിട്ട് കേട്ടില്ല. ഇഫ് യു സ്റ്റാർട്ട് എ പ്രൊജക്ട് വേർഡ് എന്ന് കേട്ടു, പിന്നൊന്നും കേട്ടില്ല. ബൈലക്സിന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. കുറച്ച് മുമ്പ് എനിക്കൊന്നും കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ DC ആയെന്ന് വിചാരിച്ചായിരുന്നു. ഒന്നുകൂടി ആവർത്തിക്കാമോ? ഇഫ് വി സ്റ്റാർട്ട് എ പ്രൊജക്ട് വേർഡ്, then next what? Me net problem. If we start a project well, then if you need no effort to finish it. If we start a project, we need no more effort to finish it. We need no more effort to finish it. If we start a project well, we need no more effort to finish it. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് വളരെ നല്ല നിലയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ആരംഭിക്കുകയാണെങ്കിൽ വലിയ പ്രയത്നമില്ലാതെ അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അതായത് ഫസ്റ്റ് നല്ല ഗുഡ് സ്റ്റാർട്ടിങ് ഹാഫ് ഡൺ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത് നല്ല സ്റ്റാർട്ടിങ് ആണെങ്കിൽ, തുടക്കം നന്നായാൽ പകുതി വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു തത്വം പോലെയാണത്. ഏതൊരു കാര്യം നമ്മൾ നന്നായി ആരംഭിക്കുകയാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വലിയ എഫേർട്ട്, അതെ, വെൽ ബിഗൻ ഹാഫ് ഡൺ, വലിയ എഫേർട്ട്, വലിയ ശ്രമം കൂടാതെ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്.
ഓക്കെ, താങ്ക് യു. മൈക്ക് ഫ്രീ. Assalamu alaikum warahmatullahi ta'ala wabarakatuh. If we start a project well, you need no effort to finish it. നമ്മളൊരു പ്രൊജക്റ്റ് നന്നായിട്ട് തുടങ്ങുകയാണെങ്കിൽ, തുടങ്ങുമ്പോൾ നല്ല തുടക്കം, ആദ്യം നല്ല ഉഗ്രനെ ഉഷാറായിട്ട് തുടങ്ങുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആരും കേൾക്കണില്ലേ? റബ്ബേ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ നന്നായി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിട്ട് തന്നെ പര്യവസാനിപ്പിക്കാം, അധികം ബുദ്ധിമുട്ടില്ലാതെ പര്യവസാനിപ്പിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനിയുമുണ്ട്. റൈസ് ഹാൻഡ് ചെയ്യൂ. താല്പര്യമുള്ളവർ റൈസ് ഹാൻഡ് ചെയ്യുക. നെക്സ്റ്റ്, if we do not do hard work and suffer some pain, we will achieve or gain nothing. If we do not do hard work and suffer some pain, we will achieve, gain or nothing. മൈക്കിൽ ലിസ്റ്റ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ, അത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കാതെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അച്ചീവ്മെന്റും മറ്റേ വളർച്ചയും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. അസ്സലാമു അലൈക്കും. If we do not do hard work and suffer some pain, we will achieve gain or nothing. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കാതെ നമുക്കൊന്നും നേടുവാൻ കഴിയുകയില്ല. ഇറ്റ് നോട്ട് റൈറ്റ്. ഇത് എന്ത് കൺഫ്യൂഷൻ ഉണ്ട് ആ വാചകത്തിൽ? ഇഫ് വി ഡു നോട്ട് ഡു ഹാർഡ് വർക്ക് ആൻഡ് സഫർ സംതിങ് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ അതിൽ? and suffer some pain, we will not achieve okay, or gain nothing. Okay, mic free. ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഇല്ല. if we do not do hard work, നാം ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, and suffer some pain, കുറച്ച് വേദനകൾ അനുഭവിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ, we will achieve or gain, നാം നേടും അല്ലെങ്കിൽ നാം കരസ്ഥമാക്കും nothing, ഒന്നുമില്ല. മീൻസ് നാം ഒന്നും നേടൂല. nothing means ഒന്നും നേടുകയില്ല, ഒന്നുമില്ല. we will achieve nothing എന്ന് പറഞ്ഞാൽ നാം ഒന്നും നേടുകയില്ല. we will gain nothing എന്ന് പറഞ്ഞാൽ നാം ഒന്നും നേടുകയില്ല. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. achieve some profit or some wealth or some reputation like that. അതെ, no pain no gain. രണ്ടുപേര് മാത്രമേ അതിൽ പങ്കെടുക്കുന്നുള്ളൂ. പോലെ ഇനിയും വേണം. കൂട്ടായി അബൂബക്കർ സാഹിബൊക്കെ ഒന്ന് മൈക്കിലേക്ക് അടുത്ത ചോദ്യത്തിന് വേണ്ടി, അടുത്ത ചാൻസിന് വേണ്ടി ഇനിയും പുതിയ ആൾക്കാർ മുന്നോട്ട് വരട്ടെ. നിഷാദൊക്കെ വളരെ ഏബിളാണ്, മൈക്കില്ലാതെ എങ്ങനെ ഇരിക്കുകയാണ്. പ്ലീസ് റൈസ് ഹാൻഡ്. നെക്സ്റ്റ് വൺ.
ഒരു മൈക്ക് വാങ്ങിക്കൂടെ നിഷാദ്? ഇനി ആരും റൈസ് ഹാൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, എനിഹോ നാട്ടിൽ പോയിട്ട് പഠിച്ച നാട്ടിൽ പോകേണ്ട കാത്തിരിക്കണോ? ഇനി ഞാനിവിടെ ഇതേപോലെ ഒരു ആശയം പറയാം. അതിന് തത്തുല്യമായ ശൈലി പ്രയോഗം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. ഞാൻ പഠിപ്പിച്ചതാണ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് നിങ്ങൾ ആ ശൈലി അല്ലെങ്കിൽ ആ ഇഡിയം നിങ്ങളവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, പ്ലീസ് ട്രൈ. If we share something among others, we must be divided into equal parts. If we share something among others, it must be divided into equal parts. Okay, proceed. If we share something among others, it must be divided into equal parts. Okay, correct answer വന്നിട്ടുണ്ട്. Share on share alike. Share on share alike. Next. All the speakers are become only with their continued effort. No one becomes speaker by their birth. All the speakers are become only with their continued effort. No one becomes speaker by their birth. Okay, answer വന്നിട്ടുണ്ട്. Orators are not born but made. ഇനി അടുത്ത സെഷൻ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ച് നോളജ് കരസ്ഥമാക്കിയിട്ടുണ്ട്. പല ടോപ്പിക്കിലൂടെ നാം ചർച്ച ചെയ്തപ്പോൾ കുറച്ച് നോളജ് നാം കരസ്ഥമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഞാൻ ചോദിക്കുകയാണ്. First question. When it was the Bay of Pig invasion? 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 Mashallah, correct answer വന്നിട്ടുണ്ട്. 1961 correct answer ആണ്. ഷംസ് ദാരിമി, മബ്രൂക്ക്. Next one. ബേ ഓഫ് പിഗ് ഇൻവേഷൻ, ബേ ഓഫ് പിഗ് ആക്രമണം നടന്ന വർഷം ഏത് എന്നാണ് ഞാൻ ചോദിച്ചത്. ബേ ഓഫ് പിഗ് ആക്രമണം നടന്നത് എന്ന് എന്നാണ് ഞാൻ ചോദിച്ചത്. ആൻസർ വന്നിട്ടുണ്ട് 1961. നെക്സ്റ്റ്. What is the widely spoken constructed international auxiliary language? What is the widely spoken constructed international auxiliary language? What is the widely spoken constructed international auxiliary language? What is the widely spoken constructed international auxiliary language? What is the widely spoken
constructed international auxiliary language? What is the widely spoken constructed international auxiliary language? ലോകവ്യാപകമായി സംസാരിക്കുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട അന്താരാഷ്ട്ര സഹായ ഭാഷ ഏതാണ്? വാട്ട് ഈസ് ദി വൈഡ്ലി സ്പോക്കൺ കൺസ്ട്രക്റ്റഡ്? ആദ്യം നിയമം ഉണ്ടാക്കി, അതിനുശേഷം അക്ഷരങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ ഭാഷ ഉണ്ടാക്കിയ ഇന്റർനാഷണൽ ഓക്സിലറി ലാംഗ്വേജ് ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഒന്നും വന്നിട്ടില്ല. Esperanto is widely spoken constructed international auxiliary language. Esperanto. Next, what is the way of knowledge? 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 Correct answer ആണ് language. Language is the way of knowledge. Language is the way of knowledge. നോളജിലേക്കുള്ള മാർഗം ഭാഷയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the most important among 8 parts of speech? What is the most important among 8 parts of speech? Correct answer ആണ് verb is the most important among 8 parts of speech. 8 parts of speechകളിൽ important verb ആണ്. Next one. What is the system of a language? What is the system of a language? What is the system of a language? ഒരു ഭാഷയുടെ സിസ്റ്റം, സ്ട്രക്ചർ അതെന്താണ്? What is the system of a language? Correct answer വന്നിട്ടുണ്ട് grammar. Grammar is the system of a language. Grammar is the system of a language. ഈ സെഷൻ ഇവിടെ കഴിയുകയാണ്. ഒരെണ്ണത്തിനൊഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ആരെങ്കിലും ഒക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. Good attempt. Inshallah we can improve the coming days. ബാങ്ക് കൊടുക്കുന്നു ഇൻഷാല്ലാ.
ഓക്കെ, കമോൺ. ഇനി അടുത്ത സെഷൻ ഞാൻ വാക്കുകൾ പറയുന്നു, അതിന്റെ മീനിങ് നിങ്ങൾ ടെക്സ്റ്റായി അടിക്കുക. മീനിങ് ടെക്സ്റ്റായി അടിക്കുക. വാക്കുകൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം ടൈപ്പ് ചെയ്യുക. ഒന്നാമത് എംബറാസ്മെന്റ്. embarrassment. 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 ഓക്കെ, ആൻസർ വന്നിട്ടുണ്ട്. embarrassment. ഷെയിം കറക്റ്റ് ആണ്. അമ്പരപ്പിക്കുക കറക്റ്റ് ആണ്. രണ്ടും കറക്റ്റ് ആൻസർ ആണ്. എംബറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷെയിം, നാണക്കേടുണ്ടാക്കുക, അമ്പരപ്പുണ്ടാക്കുക, ഷോക്ക്, അതും ആൻസറിൽ കറക്റ്റായി വരുന്നുണ്ട്. നെക്സ്റ്റ്, ആർമി. 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 ഓക്കെ, കറക്റ്റ് ആൻസറാണ് വരുന്നത്. സൈന്യം, മിലിറ്ററി, പട്ടാളം, സൈന്യം. നെക്സ്റ്റ്, നേഷൻ. 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 കറക്റ്റ്. രാഷ്ട്രം, രാജ്യം, കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ്, ഇൻസർജന്റ്. 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 ഓക്കെ, കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് വിമതർ, അറ്റാക്കർ, ആക്രമണകാരികൾ, റൈവൽ. കറക്റ്റ് ആൻസർ ആണ്. ഇൻസർജന്റ്. നെക്സ്റ്റ്, ഡിഫീറ്റ്. 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 defeat. Defeat. മാഷാഅല്ലാഹ്, കറക്റ്റ് ആൻസർ ആണ്. പരാജയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക, തകർക്കുക, പരാജയം, പരാജയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. എല്ലാം ശരിയാണ്. ഫോഴ്സ്. 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 ഫോഴ്സിന്റെ അർത്ഥം കറക്റ്റ്. ഫോഴ്സിന്റെ ശരിയായ യഥാർത്ഥ അർത്ഥം ശക്തി. ഫോഴ്സിന് സേന എന്ന അർത്ഥമുണ്ട്. ശക്തി, ബലം പ്രയോഗിക്കുക, ഫോഴ്സ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ്, പേ. പേ.
PAY, pay. Pay. Pay, PAY. PAY, pay. ഓക്കെ, പണം അല്ലെങ്കിൽ പണം പോലുള്ള മൂല്യമുള്ള സാധനം കൊടുക്കുക, ഒടുക്കുക, അടക്കുക. പേ, പണം കൊടുക്കുക. നെക്സ്റ്റ്, ഓവർത്രോ. 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 overthrow. 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 ഓക്കെ, സമയം കഴിഞ്ഞു. ഓവർത്രോ, റിമൂവ് ഫ്രം പവർ, അട്ടിമറിക്കുക. ഓവർത്രോ, പുട്ട് ഡൗൺ, മറിച്ചിടുക. മറിച്ചിടുക, മറികടക്കുകയല്ല, മറിച്ചിടുക. അല്ലെങ്കിൽ അട്ടിമറിക്കുക എന്നൊക്കെ പറയും. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്. 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 ഓക്കെ, സ്ഥാപിക്കുക. കറക്റ്റ് ആൻസർ ആണ് സ്ഥാപിക്കുക. സ്ഥാപിക്കുക. നെക്സ്റ്റ്, ഡിഫെൻഡ്. 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 പ്രതിരോധിക്കുക. ഡിഫെൻഡ്, പ്രതിരോധിക്കുക, തടുത്തു നിർത്തുക. ഓക്കെ, ഈ സെഷൻ ഇവിടെ കഴിയുകയാണ്. ഇനി ഞാൻ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എനിക്ക് ആൻസർ ആയി തരണം. ഞാൻ മലയാള വാക്ക് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, give the English word. വെളിപ്പെടുത്തുക. 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 ഓക്കെ, സമയം കഴിഞ്ഞു. റിവീൽ, കറക്റ്റ് ആൻസർ ആണ്. റിവീൽ. റിവീൽ. നെക്സ്റ്റ്, ആക്രമണം. 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 ഓക്കെ, സമയം കഴിഞ്ഞു. അറ്റാക്ക് കറക്റ്റ് ആൻസർ ആണ്. ഞാനിവിടെ ഉദ്ദേശിച്ചത് ആക്രമണം, ഇൻവേഷൻ. ഞാൻ പുതിയ വാക്ക് പഠിപ്പിച്ചത് ഇൻവേഷൻ എന്നാണ്. ഇൻവേഷൻ, ആക്രമണം. നെക്സ്റ്റ്,
മരിക്കുക, മരിക്കുക, മരിക്കുക. ഓക്കെ, സമയം കഴിഞ്ഞു. ഡൈ, ഡൈ മരിക്കുകയാണ്. ഡെഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ആണ്, മരിച്ചു. ഡൈ. നെക്സ്റ്റ്, നാമം, 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 നാമം. ഓക്കെ, സമയം കഴിഞ്ഞു. നാമം, നൗൺ കറക്റ്റ് ആണ്. നെയിം ഓൾസോ കറക്റ്റ്. നെക്സ്റ്റ്, ക്രിയ, 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 ക്രിയ. ക്രിയ. സമയം കഴിഞ്ഞു. വെർബ് കറക്റ്റ് ആൻസർ ആണ്. വെർബ് ആക്ഷൻ എന്നും പറയും. വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ജോലിയാണ്. നെക്സ്റ്റ്, വായു, 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 വായു. കറക്റ്റ് ആൻസർ ആണ് എയർ. എയർ കറക്റ്റ് ആൻസർ ആണ്. വിൻഡ് അല്ല, വിൻഡ് കാറ്റാണ്. എയർ വായു. നെക്സ്റ്റ്, കാറ്റ് എന്ന് പറയണമെങ്കിൽ വായു ചലിക്കണം, അപ്പോഴാണ് കാറ്റാകുക. നെക്സ്റ്റ്, പഠിക്കുക, പഠിക്കുക, പഠിക്കുക. പഠിക്കുക. സമയം കഴിഞ്ഞു. ലേൺ, ലേൺ കറക്റ്റ് ആൻസർ ആണ്. സ്റ്റഡി. ഓക്കെ, ലേൺ നമ്മൾ പഠിച്ചത് ലേൺ. നെക്സ്റ്റ്, ലോകം, 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 ലോകം. കറക്റ്റ് ആൻസർ ആണ് വേൾഡ്, യൂണിവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ്, ഗോളാകൃതിയുള്ള, ഗോളാകൃതിയുള്ള, ഗോളാകൃതിയുള്ള. 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 സമയം കഴിഞ്ഞു. ഗ്ലോബൽ, ഗ്ലോബൽ കറക്റ്റ് ആൻസർ ആണ്. ഗ്ലോബൽ. റൗണ്ട് ഷേപ്പ് അത് വൃത്തമാണ്, ഗ്ലോബൽ ആവൂല, ഗ്ലോബൽ ആവൂല. റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ആവൂല, വൃത്തമാവും. ഗ്ലോബൽ എന്ന് വെച്ചാൽ ഉരുണ്ട പന്ത് പോലെ, ഗ്ലോബ്. ഓക്കെ, ഈ സെഷൻ ഇവിടെ കഴിയുകയാണ്. നെക്സ്റ്റ്, സർക്കിൾ, അതും പറ്റുകയില്ല. സർക്കിളും അത് വൃത്തമാണ്, ഗ്ലോബ് ആവുകയില്ല. നെക്സ്റ്റ് സെഷൻ സിനോണിംസ്. സിനോണിംസ് പര്യായ പദം. ഒരു വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ പറയും, അതിന്റെ സാമ്യമുള്ള, അതിന്റെ അർത്ഥം വരുന്ന മറ്റൊരു ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഒരു ഇംഗ്ലീഷ് വാക്ക് ഞാൻ പറയുമ്പോൾ അതേ അർത്ഥം വരുന്ന മറ്റൊരു ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യണം, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റൂല. ഓക്കെ,
അതാണ് അടുത്ത ടെസ്റ്റ്. ക്വിക്ക് ക്വിക്ക് ക്വിക്ക്. ക്വിക്ക്. ഓക്കെ, ടൈം കഴിഞ്ഞു. കറക്റ്റ് ആൻസർ ആണ് വന്നിട്ടുള്ളത് ഫാസ്റ്റ്, സ്പീഡ്, സഡൻലി. ഓക്കെ, സഡൻ എന്ന് മതി. ക്വിക്ക് എന്നതിന് നേരെ അർത്ഥം സഡൻ. നെക്സ്റ്റ്, പവർ 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 എന്നതിന്റെ അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്ക് സിനോണിം എന്ന് പറയും. സിനോണിം, പര്യായ പദം. സമയം കഴിഞ്ഞു. ഫോഴ്സ് കറക്റ്റ് ആൻസർ ആണ്. പവർ, ഫോഴ്സ് കറക്റ്റ് ആൻസർ ആണ്. സ്ട്രോങ്, അതും പരിഗണിക്കാവുന്നതാണ്. പവർ, ഫോഴ്സ്, സ്ട്രോങ്. സ്ട്രെങ്ത് അത് സ്ട്രോങ് ആക്കണം എന്നെങ്കിലേ ശരിയാവുകയുള്ളൂ. നെക്സ്റ്റ്, ക്ലോസ് 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 ക്ലോസ്, നിയർ ബൈ. ഞാൻ പറഞ്ഞുപോയി, അപ്പോഴത്തെ ആൻസർ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട് നിയർ. ക്ലോസ്, നിയർ. ഇവിടെ സീൽഡ് എന്ന് വന്നു, അത് ക്ലോസ് മറ്റൊരർത്ഥത്തിലുള്ള ക്ലോസ് ആണ്. സീൽഡ് അതും പരിഗണിക്കാം. നിയർ, നിയർ ബൈ, ബിസൈഡ്. ഓക്കെ, കുഴപ്പമില്ല. വെൽ ഡൺ. നെക്സ്റ്റ്, ഗുഡ് 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 ഗുഡ്. സമയം കഴിഞ്ഞു. ഗുഡ്, ഗുഡിന്റെ അർത്ഥം ബെസ്റ്റ് ആവൂല, ബെസ്റ്റ് ആവൂല. ബെസ്റ്റ് അർത്ഥത്തിൽ ടോപ്പ്, വളരെ നല്ലതാണ്. ഗുഡ്, നല്ലത്, നല്ലത്, വളരെ നല്ലത്. യാത്ര വ്യത്യാസം വരും. വെൽ, ഓക്കെ, ബെസ്റ്റ് ആവൂല. ഫൈൻ, ഓക്കെ, വെൽ, ഓക്കെ, ഫൈൻ, ഓക്കെ. നെക്സ്റ്റ്, ഷെയർ 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 എന്നതിന്റെ സിനോണിം ഷെയർ. ഷെയർ 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 എന്നതിന്റെ സിനോണിം ഷെയർ ഷെയർ. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ്സിലൊക്കെ ഷെയർ ചെയ്യുകയില്ലേ? ബിസിനസ്സിലൊക്കെ ഷെയർ ചെയ്യുക. എന്റെ ബിസിനസ്സിൽ ഷെയർ ഉണ്ട് എന്ന് പറയാൻ എന്താ? പങ്കുണ്ട് എന്നർത്ഥം. ആ ബിസിനസ് ഈസ് ഈക്വലി ഡിവൈഡഡ്. ഓക്കെ, ടൈം കഴിഞ്ഞു. കറക്റ്റ് ആൻസർ വന്നിട്ടില്ല. ഷെയർ എന്ന വാക്കിന്റെ അർത്ഥം വന്നിട്ടില്ല. ഷെയർ എന്ന വാക്കിന്റെ അർത്ഥം ഡിവൈഡ്, ഡിവൈഡ്, ഡിവൈഡ്. ഓക്കെ, ഷെയർ, ഡിവൈഡ്, ഭാഗിക്കുക. ഷെയർ ചെയ്യുക,
ഭാഗിക്കുക. ഓക്കെ, എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് കൈമാറ്റം ചെയ്യുകയായിരിക്കും. നെക്സ്റ്റ്, ജോബ്. ജോബ് 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 എന്നതിന്റെ ഇംഗ്ലീഷ്, മറ്റൊരു ഇംഗ്ലീഷ് വാക്ക് വർക്ക്. കറക്റ്റ് ആൻസർ ആണ് വർക്ക്. വർക്ക്, ജോബ്, വർക്ക്. നെക്സ്റ്റ്, ട്രൂത്ത്. ട്രൂത്ത്, ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അത് ജോബ് ആവില്ല, അത് അർത്ഥം മാറുന്നു, ഉത്തരവാദിത്വമാകുന്നു. ഡ്യൂട്ടി എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റിയാണ്. ട്രൂത്ത്. ട്രൂത്ത്, TRUTH. ട്രൂത്ത്, TRUTH. ട്രൂത്ത്. ട്രൂത്ത്. ട്രൂത്തിന്റെ മറ്റൊരു ഇംഗ്ലീഷ് അർത്ഥം അല്ലെങ്കിൽ സിനോണിം ട്രൂത്ത്. ട്രൂത്ത്. ട്രൂത്ത് എന്നതിന്റെ മറ്റൊരു അർത്ഥം വരുന്ന വാക്ക് കഴിഞ്ഞു. ഫാക്ട്. ഫാക്ട്, ട്രൂത്തിന്റെ സെയിം മീനിങ് വരുന്നു ഫാക്ട്, FACT, ഫാക്ട്. ഓക്കെ, നെക്സ്റ്റ്, begin. 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 Start, correct answer ആണ് start. Next, law. Law, LAW, law. 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 Okay, correct answer ആണ് rule, correct answer ആണ്. Next, suggest. 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 I suggest to you. I suggest to you. Suggest. Suggest എന്ന വാക്കിന്റെ മറ്റൊരു പര്യായ പദം suggest. I suggest to you. Suggest. Suggest. നമ്മളൊക്കെ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മളെ വക ഒരു കുട്ടിയെ ചേർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സജസ്റ്റ് ചെയ്യും നമുക്ക് ബന്ധപ്പെട്ടവരോട്. സജസ്റ്റ്. കറക്റ്റ്. റെക്കമെൻഡ്. കറക്റ്റ്. റെക്കമെൻഡ്. റെക്കമെൻഡ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ, വെൽ ഡൺ. ഈ സെഷനും ഇവിടെ കഴിയുകയാണ്. ഇനി സ്കൂൾ പറഞ്ഞപ്പോഴാ മനസ്സിലായത്. ഓ അങ്ങനെ. ഓക്കെ, അത് കുറെ റെക്കമെൻഡ് ചെയ്ത് ശീലമുണ്ടാവും അല്ലേ? ഇനി ഞാൻ ഇംഗ്ലീഷ് ഭാഷയില് നമ്മൾ സാധാരണ ഡേറ്റുകൾ പറയാറുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓരോ ദിവസവും ക്ലാസിന്റെ തുടക്കത്തിൽ ഞാൻ ഡേറ്റ് പറയുമായിരുന്നു. ടുഡേ 17th April 2015 അല്ലേ? അതേപോലെ ഞാൻ ഡേറ്റ് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ DDMMYY
YYYY. ഈ ഫോർമാറ്റിൽ നിങ്ങൾ അതിന്റെ ഡേറ്റ് എഴുതണം. ഓക്കെ, ഞാൻ ഡേറ്റ് പറയുമ്പോൾ DDMMYYYY ഫോർമാറ്റിൽ നിങ്ങൾ ഡേറ്റ് എഴുതണം. ആർ യു റെഡി? Are you ready? Okay. Start. 10th May 1975. 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 ഓക്കെ, കറക്റ്റ് ആൻസർ ഒരുപാട് വന്നിട്ടുണ്ട്. 10/5/1975. 10/5/1975. ഇതാണ് കറക്റ്റ്. അല്ലാത്തവരൊക്കെ റോങ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. 12th December 1998. 12th December 1998. 12th December 1998. 12th December 1998. Okay, well done. Most of among you are ready, are correct. 12/12/1998. അതാണ് കറക്റ്റ്. 12/12/1998. 12th December 1998. Next, 15th August 1947. 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 Okay, time out. 15/8/1947. അതാണ് കറക്റ്റ്. 15/8/1947. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം 15/8/1947. നെക്സ്റ്റ്, 21st April 571. 21st April 571. 21st April 571. ഈ ഡേറ്റ് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 21/4/571. അതെ, കറക്റ്റ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബി ജനിച്ച ദിവസമാണത്. 21st April 571. നെക്സ്റ്റ്, അത് 21/4/571. th April 2015. 18th April 2015. 18th April 2015. 18th April 2015. Yes, ഇന്നലെ. Okay, good. 18/4/2015. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. 26th January 1950. 26th January 1950. 26th January 1950. ഓക്കെ, ഗുഡ്. 26/1/1950. കറക്റ്റ് ആൻസർ ആണ്. 1950. 50.
റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യ. ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസമാണത്. നെക്സ്റ്റ് 22 February 2001. 22 February 2001. 22 February 2001. 22 February 2001. ഓക്കെ, കറക്റ്റ് ആൻസർ വന്നിട്ടുള്ളത് 22/2/2001. നെക്സ്റ്റ് 12th March 1985. 12th March 1985. 12th March 1985. ഓക്കെ, 12/3/1985. 12/3/1985. 85. Next 17th April 1961. 17th April 1961. 17th April 1961. 17th April 1961. Okay, good. 17/4/1961. Correct. Well done. Next 11th October 1919. 11th October 1919. 11th October 1919. 11th October 1919. Well done, my dears. 11/10/1919. Good attempt. Thanks to all. ഇനിയും ഡിക്റ്റേഷൻ ആണ്. ഡിക്റ്റേഷൻ എന്താണ് ഡിക്റ്റേഷൻ? What is the meaning of dictation? Dictation. Are you ready? Okay. Thank you so much. Hashim Kuilat. Get it. Spell check. Correct. I am about to say some words. You must spell correctly. Okay, are you ready? Yes. Interjection. 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 ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇന്റർജെക്ഷൻ. INTERJECTION. അതാണ് കറക്റ്റ്. മിസ്റ്റേക്ക് വന്നവരൊക്കെ തിരുത്തുക. ഇന്റർജെക്ഷൻ. നെക്സ്റ്റ് ആക്ഷൻ. ആക്ഷൻ. Well done. Most of you are spelled correctly. Action. Next stage. 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 Good job. STAT. Correct. Spelling mistake പറ്റിയാൽ തിരുത്തുക. Next preposition. Preposition. Preposition.
preposition. Okay, good job. Preposition spelling correct kiya. Preposition. Next, have. 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 Good job. എല്ലാവരും കറക്റ്റ് ആയിട്ട് മിസ്റ്റേക്ക് എടുത്തുക. Have. Next, like. 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 I would like you. Correct answer on most. Next, work. Work. കോംപ്ലിക്കേറ്റഡ് തരുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം പലരും സാധാരണക്കാർ, അവർക്ക് ഭാരമാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സിമ്പിൾ വരുന്നത്. ഇൻഷാല്ലാ ഇൻ കമ്മിങ് ഡേയ്സ് വി ക്യാൻ മേക്ക് ഇറ്റ് മോർ ടഫ് ഇൻഷാല്ലാ. അതെ, കുറച്ച് സ്പീഡുള്ള നെറ്റ് എടുത്താൽ ശരിയാവും. വർക്ക്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് വന്നിട്ടുള്ളതൊക്കെ. നെക്സ്റ്റ്, adjective. 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 Good job. Spelling check ചെയ്യുക. കറക്റ്റ് ആണ്, മിക്കവരും കറക്റ്റ് ആണ്. നെക്സ്റ്റ്, sing. 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 Sim അല്ല, sing. ഓക്കെ, SING, sing. ഓക്കെ, പാടുക. നെക്സ്റ്റ്, can. 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 Okay, good. CAN, can. Next, keep. 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 Good job. Next, must. 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 Good job. Next, pronoun. 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 Good job. Next, conjunction. 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 Next, English. 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 Well done, my dears. Our attempt is over except one. The last
assessment is self-introduced ആണ്. I need 3 or more persons from the intermediates among us or beginners in English. If anyone is there, please proceed to make first. ഇംഗ്ലീഷ് ഭാഷയിൽ തീരെ പരിചയമില്ലാത്ത ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്കൂളിൽ പോകാത്തവരോ അല്ലെങ്കിൽ SSLC എത്താത്തവരോ ആയ ആരെങ്കിലും, സ്കൂൾ പഠനം പൂർത്തിയാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പരിഗണന ആദ്യമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരിക, റൈസ് ഹാൻഡ് ചെയ്യുക. ബിലോ ഇന്റർമീഡിയറ്റ് ലെവൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക, അവർക്ക് പ്രത്യേക പരിഗണന, ചാൻസ്. അവർ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. അല്ലെങ്കിൽ അതെ, പ്ലീസ് യൂട്ടിലൈസ് ദി ഓപ്പർച്യൂണിറ്റി. if you're eager to learn English, well, we can support you, we can introduce you to the top of this language. Please come on, anyone? Okay, no one is there, so please proceed, anyone, to make and self-introduce. ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് കടന്നു വരിക. സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എൻ്റെ പേര് പറയണം. ആദ്യം, my name is Shahjahan. The spelling of my name is Shahjahan. And spelling പറയുക. I am living in the place. I am living in Abu Dhabi. Name of my father is Muhammad. I have so and so age. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർ മൈക്കിലേക്ക് വരിക. If no one there, please come on. Who are the willing people, please come on. This is time for you. If anyone, please raise hand. Okay, no one there, so we can cancel this session. ഇതോടെ നമ്മുടെ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ. എല്ലാവരും സജീവമായി പ്രാക്ടീസ് ചെയ്യുക, പങ്കെടുക്കുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭൗതിക ജീവിതത്തിൻ്റെ അഭിലാഷമാണെന്ന് മനസ്സിലാക്കിയിട്ട് താല്പര്യപൂർവ്വം പരിഗണിക്കുക. അതിലുപരി ഭാഷ പഠിച്ചിട്ട് ദീനിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ദൈവത്തിന്റെ പാതയിൽ മുന്നേറാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനായി നാം പ്രയത്നിക്കുക. ഏതായാലും ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ താല്പര്യവും പങ്കാളിത്തവും വളരെ വിലപ്പെട്ടതായിരുന്നു. വളരെ പോസിറ്റീവാണ്, വളരെ എഫക്റ്റീവാണ് എന്നെനിക്ക് മനസ്സിലാകുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് ഭാഷയുടെ ചരിത്രം കൂടി മനസ്സിലാക്കിയിട്ട് കൂടുതൽ എക്സസൈസുകളിലേക്ക്, അതുപോലെ സ്പോക്കൺ കോൺവെർസേഷൻ, അതുപോലെ പബ്ലിക് സ്പീക്കിംഗ് തുടങ്ങിയ ഓരോ
സ്റ്റെപ്പുകൾ നമുക്ക് കയറാനുണ്ട്. നിങ്ങൾ സജീവമായി പങ്കെടുക്കുക. അല്ലാഹു തആല ഈ ഉദ്യമം വിജയിപ്പിക്കുമാറാവട്ടെ. ദുആവസിയത്തോടെ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.